അങ്ങനെ മണി ഡേയ്സ് ഗുരുവായൂരെത്തി കേട്ടോ. ട്രെയിനാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ പേടിയാണ്, പക്ഷേ ഞാൻ ട്രെയിനാണ് പോയത്. അപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നത്. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരല്ലോ, ഭഗവാനും കൂടി വിചാരിക്കണ്ടേ. പക്ഷേ ഈ പ്രാവശ്യം പുള്ളി പരീക്ഷിച്ചെങ്കിൽ നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. ബാലഗോപാലിനെ കാണാൻ പറ്റി, വളരെയധികം സന്തോഷമായി. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ അത്രയും കാത്തു നിന്നാണെങ്കിലും ഭഗവാനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തോട്ടെ. എപ്പോഴും പോവുകയാണെങ്കിൽ തലേദിവസം പോകണം. തലേദിവസം നമുക്ക് ഈവനിങ് വൈബ് കിട്ടും, അതുപോലെ രാവിലത്തെ മോർണിംഗ് വൈബ് കിട്ടും. നല്ല രസമാണ്, ഒരു ഭയങ്കര രസമാണ്. നിങ്ങൾ പോയി അത് അനുഭവിച്ചറിയണം. പിന്നെ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ നോക്കും, നമ്മുടെ കൈ പൈസ ഇല്ലാത്ത നമ്മളൊന്നും വാങ്ങിച്ചില്ല, ഇതൊക്കെ കണ്ടിട്ടിങ്ങനെ പോകുന്നു. പിന്നെന്താ പറയുക, ഇതൊക്കെ പുതുതായിട്ട് വന്നല്ലേ ഈ രൂപങ്ങളൊക്കെ. പക്ഷേ ഈ രൂപങ്ങളാണ് ഭഗവാന്റെ ശ്രീലകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ഉച്ചപൂജ സമയത്ത് ഭഗവാൻ അണിയിച്ചൊരുക്കാറുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ല, കാണാനുള്ള ഭാഗ്യം തരട്ടെ. ഇത് മഞ്ജുളാലാണ് കേട്ടോ, ഭക്തപ്രിയായ മഞ്ജുള. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം.